അവർക്ക് അവരുടെ ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള അവകാശം ഈ ഭൂമിയിലുണ്ട്. അതേസമയം അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തോട് എനിക്ക് യോജിപ്പില്ല. നാളെയിൽ ഒരു വീട്ടിൽ ഒരു പെൺകുട്ടി മറ്റൊരു പെൺകുട്ടിയുമായി കയറി വരുമ്പോൾ അമ്മയ്ക്കും അച്ഛനും സംശയം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഈ ഭൂമിയിൽ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരാണും ഒരുമിച്ചൊരു റൂമിൽ കിടന്നുറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഞാനൊക്കെ ഒരുപാട് സുഹൃത്തുക്കളുടെ കൂടെ, എന്റെ കുട്ടിക്കാലത്ത് ഒരുപാട് കൂട്ടുകാരുടെ കൂടെ ഒരുപാട് വീടുകളിൽ, എത്രയോ വീടുകൾ ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിട്ടുള്ളതാണ്. ഇന്നൊരു കൂട്ടുകാരന്റെ വീട്ടിൽ പോയി കിടക്കാന്ന് പറയുമ്പോൾ എന്റെ വീട്ടിൽ എനിക്ക് യാതൊരു എതിർപ്പുമില്ല. കാര്യം സന്തോഷത്തോടെ പറഞ്ഞുവിടും. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഇത്തരം ചിന്താഗതികൾ സമൂഹത്തിൽ നാളെ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ ആ രണ്ട് പുരുഷന്മാർ ഒരു റൂമിൽ കയറി കഥവടച്ചു കഴിഞ്ഞാൽ മറ്റേ പണിക്കാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് സമൂഹം മാറി തുടങ്ങിയിരിക്കുന്നതിന്റെ കാരണം ഇത്തരം മനുഷ്യർ ഇവിടെ സൃഷ്ടിക്കുന്ന മനോഭാവങ്ങളാണ്. അതേസമയം അവർക്ക് ജീവിക്കണോ, അവർ ജീവിച്ചു, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇത് അവരാളും അനുകരിക്കാതിരിക്കണം എന്ന് മാത്രമേ ഞാൻ പറയാം. അതാണ് ഡിബേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അതാണ് ആശയപരമായിട്ട് എനിക്ക് പറയാനുള്ളത്. അതേസമയം ഈ രണ്ട് ഇൻഡിവിജ്വൽസിനോടും, ആതിരയോടും നൂറയോടും വ്യക്തിപരമായിട്ട് എനിക്ക് യാതൊരു വിരോധം. അഖിൽമാരാരെ ഈ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അഖിൽമാരാര് വന്ന് പറഞ്ഞതാണ്, ആദിലേനെയും നൂറേനെയും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അവരെ കുറിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് അവര് സോഷ്യൽ മീഡിയയിൽ വന്ന് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരെ പോലെയുള്ളവരെ നോർമലൈസ് ചെയ്യുന്നതിനോട് താല്പര്യമില്ലാണ്. അതായത് ലക്ഷ്മി പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ അഖിൽമാരാരും വന്ന് പറയുന്നത്. അവിടെ ലക്ഷ്മി ബിഗ് ബോസിനുള്ളിൽ എന്താണോ പറഞ്ഞത് അത് തന്നെ ഏറ്റു പറയുന്ന അഖിൽമാരാരെ നമുക്കിപ്പോൾ പുറത്ത് കാണാനായിട്ട് സാധിച്ചു. ഇതിനോട് നിങ്ങൾ എത്ര പേര് യോജിക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ അഖിൽമാരാർ പറയുന്നത് പണ്ട് കാലങ്ങളിൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലങ്ങളിലാണെന്നുണ്ടെങ്കിലും ഫ്രണ്ട്സ്, ഇപ്പോൾ ഒരു ആൺകുട്ടിയും ഒരുമിച്ച്, അല്ലെങ്കിൽ കൂട്ടുകാരുടെ വീട്ടിൽ പോവാണ്, ഞങ്ങൾ ഇന്ന് അവിടെയാണ് കിടന്നുറങ്ങുന്നത്, ഞാൻ ഇന്ന് അവിടെയാണ്, അവന്റെ കൂടെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ പേരൻസ് വിട്ടിരുന്ന ഒരു കാലത്ത് നിന്ന് ഇപ്പോഴത്തെ കാലത്തേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ ഒരുപാടായതുകൊണ്ട് അത് മറ്റൊരർത്ഥത്തിലാണോ ആൺകുട്ടിയും ഒരുമിച്ച് കിടക്കാൻ പോകുന്നത് എന്ന് പേരൻസ് ചിന്തിക്കും. അല്ലാന്നുണ്ടെങ്കിൽ സമൂഹത്തിലുള്ള മറ്റുള്ളവർ ചിന്തിക്കും. അതുപോലെ തന്നെ രണ്ട് പെൺകുട്ടികൾ ഒരുമിച്ച് ഒരു ബെഡ്റൂമിൽ കിടന്നാൽ അതിനെയും മറ്റൊരർത്ഥത്തിൽ ബാക്കിയുള്ളവർ കാണും എന്നുള്ള തരത്തിലാണ് അഖിൽമാരാർ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഈ വിഷയത്തിൽ എന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ച്, നിങ്ങളിപ്പോൾ ആരും ചോദിച്ചിട്ടല്ല, എന്നിരുന്നാൽ പോലും ഈ ഒരു കാര്യത്തിൽ എനിക്ക് അഖിൽമാരാരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ജീവിക്കുന്ന നമ്മുടെ ഈ ഒരു അവസ്ഥയിൽ എവിടെയാണ് ഇവിടെ സുരക്ഷിതത്വമുള്ളത്? എവിടെയാണ് ആരും ഒന്നും പറയാത്തത്? ഇപ്പോൾ ഒരു അമ്മയും മകനും കൂടി നടന്നു പോവാണ്, അധികം പ്രായവ്യത്യാസമില്ലാത്ത, അല്ലെന്നുണ്ടെങ്കിൽ കണ്ടാൽ തിരിച്ചറിയാത്ത ഒരു അമ്മയും മകനും നടന്നു പോവാണ്. ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് ചെന്ന് പെട്ടു. അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു ബസ് സ്റ്റോപ്പിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിൽക്കുന്ന സമയത്ത് കുറെ ആളുകൾ കണ്ടു. അവര് ചോദ്യം ചെയ്യില്ലേ? അവരിതുപോലെ പറയില്ലേ, മറ്റു ടീംസാന്ന് തോന്നുന്നു എന്ന് പറയുന്നവർ എത്ര പേരുണ്ടാവും? പറയില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അങ്ങനെ പറയുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും, അല്ലെങ്കിൽ സംശയത്തിന്റെ കണ്ണിലൂടെ നോക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ, ഇപ്പോൾ എവിടെയെങ്കിലും നിൽക്കുന്ന കണ്ടു, അല്ലെങ്കിൽ ഒരുമിച്ച് വാഹനത്തിൽ പോകുന്ന കണ്ടു, ഇരുട്ടത്ത് നിൽക്കുന്ന കണ്ടു, ചിലപ്പോൾ അമ്മയും മകനായിരിക്കാം, ചിലപ്പോൾ ചേച്ചിയും അനിയനുമായിരിക്കാം, അല്ലെങ്കിൽ വേണ്ട സഹോദരൻ സഹോദരി, ഇനിയിപ്പോൾ ചേട്ടനോ അനിയനോ എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഒരു ഇരുട്ടത്ത് രാത്രിയിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഒക്കെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ അതിനെ സംശയ ദൃഷ്ടിയോടെ കാണുന്ന ജനങ്ങളാണ് ഇപ്പോൾ എല്ലാവരും തന്നെ. എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ സദാചാരവാദികൾ എന്നൊക്കെ ഇവരെ വിളിക്കും. ഇത് സദാചാരമാണോ അതോ നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടുമുണ്ട്. ഒന്നോർക്കുമ്പോൾ അങ്ങനെയുള്ളത് നോക്കിക്കണ്ട് അവരെ വിലക്കേണ്ട ഒരു സാഹചര്യം സമൂഹത്തുണ്ട്. എന്നാൽ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതിനെ സദാചാരമായിട്ട് നോക്കിക്കണ്ട് അവരെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ കളിയാക്കുന്ന ഒരു ടീംസും ഇപ്പുറത്തെ സൈഡിലുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഇക്കാലത്ത് ഒരു പെൺകുട്ടിയും ഒരുമിച്ചിരുന്നു കഴിഞ്ഞാൽ മറ്റൊരർത്ഥത്തിൽ നോക്കി കാണുന്നു, അല്ലെങ്കിൽ ഒരു പാർക്കിൽ ഒരു ആൺകുട്ടി ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അത് മറ്റൊരു അർത്ഥത്തിൽ കാണുന്നു എന്ന് പറഞ്ഞതിനോട് എങ്ങനെയാണ് നമുക്ക് അത് യോജിക്കാനായിട്ട് സാധിക്കുന്നത്? ഇവിടെ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും അവിടെ ഒരുമിച്ച് ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ മറ്റൊരു പെൺകുട്ടിയും ഒരുമിച്ച് ജീവിക്കാൻ പാടില്ല, ഒരു ആൺകുട്ടിയും ഒരുമിച്ച് ജീവിക്കാൻ പാടില്ല. അല്ലാന്നുണ്ടെങ്കിൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്നു എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് ശരിയാവുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് ഇതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് വലിയ കാര്യങ്ങളൊന്നും സംസാരിക്കാനായിട്ട് എനിക്കറിയില്ല. ഞാനിപ്പോൾ പറയാണ്, ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇത് നോർമലൈസ് ചെയ്യപ്പെടാണ്. ഇപ്പോൾ ആദിലയും നൂറയും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ ഗേ കപ്പിൾസ് ഒക്കെ നോർമലൈസ് ചെയ്യപ്പെട്ടു. സമൂഹത്തിൽ ഒരുപാട് പേര് ഇത് കാണുന്നുണ്ട്. കണ്ടിട്ട് ഇപ്പൊ എനിക്ക് തോന്നാണോ, എനിക്ക് ഈ ആണിന്റെ കൂടെ ജീവിക്കേണ്ട, പെണ്ണിന്റെ കൂടെ ജീവിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെയുള്ളവർക്ക് അത് തോന്നുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നത്. അതായത് അങ്ങനെയുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ള, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഇത് വ്യക്തിത്വം മനസ്സിലാക്കി അവർക്ക് അങ്ങനെ വന്നു പോകുന്നതാണ്. അല്ലാതെ നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഒരു പെൺകുട്ടിക്കും
സാധിക്കും, അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ തുടർന്ന് ഫ്രണ്ട്സ് ആയിട്ടിരിക്കാനായിട്ട് സാധിക്കും, അല്ലാതെ ഒരുമിച്ച് ജീവിക്കാനായിട്ട് സാധിക്കുന്നത്. എൻ്റെ ഒരു ഇതനുസരിച്ച് എനിക്കതിന് സാധിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് സാധിക്കില്ല, ഒട്ടും സാധിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു പെൺകുട്ടിയുമായിട്ടുള്ള ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു, ഒരു സെക്ഷൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സാധിക്കുന്ന കാര്യമേ അല്ല. ഇപ്പോൾ ഒരു ആൺകുട്ടികളെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് അട്രാക്ഷൻ തോന്നുന്നത് ഒരു പെൺകുട്ടിയോടാണെന്നല്ലാതെ ആൺകുട്ടിയോട് അട്രാക്ഷൻ തോന്നിയാൽ മാത്രമേ അവർക്ക് അങ്ങനെ ജീവിക്കാനായിട്ട് സാധിക്കൂ. അല്ലാതെ അവർക്ക് പെൺകുട്ടിയുടെ അടുത്ത് അട്രാക്ഷൻ തോന്നുന്നു എന്നിട്ട് ആൺകുട്ടിയുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെട്ട് അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണോ? അതൊരിക്കലല്ല. അപ്പൊ അങ്ങനെ ജീവിക്കാനായിട്ട് വരുന്നത് അവരങ്ങനെ ആയി മാറുന്നത് കൊണ്ടാണ്. അവരുടെ സെക്ഷാലിറ്റി അവർ തിരിച്ചറിയുന്നത് ചിലപ്പോൾ ഒരുപാട് വൈകിട്ടായിരിക്കും. അവർക്ക് ഓപ്പോസിറ്റ് ഉള്ള ആളോട് അവർക്ക് അട്രാക്ഷൻ തോന്നാതെ സെയിം ആൾക്കാരോട് അട്രാക്ഷൻ തോന്നുന്ന അവരുടെ ആ സെക്ഷാലിറ്റി അവർ തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് അവരങ്ങനെ ജീവിക്കാനായിട്ട് ആരംഭിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനായിട്ട് അറിയില്ല. അപ്പൊ അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ഇവർ ഈ കാണിക്കുന്നു, സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്നു, അല്ലെങ്കിൽ ഇത് നോർമലൈസ് ചെയ്യപ്പെടുന്നു, ബിഗ് ബോസ് പോലുള്ള ഷോകളിൽ ഇവരെ കൊണ്ടുവന്ന് ഇത് കാണിക്കുന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കാണുന്ന കുട്ടികളെല്ലാവരും തന്നെ ഇത് കണ്ട് ഇതുപോലെ ആയി തീരാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ഇതുപോലെ ചിന്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊട്ടും യോജിപ്പ് തോന്നുന്നില്ല. കാരണം അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ഒരു ചിന്ത വരും. അല്ലാതെ ഇത് കണ്ടിട്ട് അയ്യോ എനിക്ക് ഇനി ഒരു പെൺകുട്ടിയുടെ ഒപ്പം ജീവിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു ആൺകുട്ടി വിചാരിക്കണം ഇനി ഞാൻ ആൺകുട്ടിയുടെ ഒപ്പം ജീവിക്കൂ എന്ന് വിചാരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ ജീവിക്കാനായിട്ട് പറ്റത്തില്ല. ഒരിക്കലും സാധാരണ നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഓപ്പോസിറ്റ് ഉള്ള ആളോട് മാത്രമേ അട്രാക്ഷൻ തോന്നുള്ളൂ. അല്ല, ഇവർക്ക് അങ്ങനെ തോന്നുന്നത് ഇവര് അങ്ങനെ ആയതുകൊണ്ടാണ്, അങ്ങനെ മാറുന്നത് കൊണ്ടാണ്, അവരങ്ങനെ ജനിക്കുന്നത് കൊണ്ടാണ്, അല്ലാതെയല്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഇനി എൻ്റെ അറിവ് തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ വന്ന് തിരുത്താവുന്നതാണ്. എന്തായാലും അഖിൽ മാരാര് ഭയങ്കര പുരോഗമനവാദി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ഇക്കാര്യത്തിൽ ഇത്രയും പുരോഗമനമാണെന്ന് ഞാൻ ഒട്ടും മനസ്സിലാക്കിയില്ല. ഇപ്പൊ നമുക്കറിയാം സീസൺ 5 നന്നായിട്ട് ഗെയിം കളിച്ച മത്സരാർത്ഥിയാണ് അഖിൽ മാരാറ്. പക്ഷേ ഇക്കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ വന്ന് മറുപടി പറയുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പ് തോന്നുന്നില്ല. സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഇതുപോലെ ഇത്രയും അറിവും കാര്യങ്ങളുള്ള ഒരു വ്യക്തിയാണ് അഖിൽ മാരാറ്. ആളിലൊപ്പൊക്കെ നമുക്ക് സംസാരിച്ച് ജയിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ കാര്യമല്ല. അത്രയും നന്നായിട്ട് സംസാരിക്കുകയും ഓരോ കാര്യങ്ങളെ കുറിച്ച് അറിയുന്ന ഒക്കെ വ്യക്തിയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ അഖിൽ മാരാറ് പറഞ്ഞ കാര്യത്തോട് ഒട്ടും യോജിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. എനിക്കറിയാം ഒരുപാട് പേരുണ്ട് അഖിൽ മാരാരെ ചിന്തിക്കുന്നവർ. ഇപ്പൊ ലക്ഷ്മിയെ പോലെയും അഭിലാഷിനെ പോലെയും ഒക്കെ ചിന്തിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ഇതുപോലെ ചിന്തിക്കുന്ന എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലുണ്ട് ആൾക്കാർ. അവരൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഇതാണ് പറഞ്ഞത്. ഇങ്ങനെ ഈ ഒരു കാര്യത്തിൽ വരുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ പറഞ്ഞതിനോട് യോജിക്കാനായിട്ട് എനിക്ക് ഒട്ടും സാധിക്കുന്നതല്ല. ഇപ്പോൾ ലാലേട്ടൻ ആ വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് എൻ്റെ വീട്ടിൽ കയറ്റുമല്ലോ എന്ന് ലാലേട്ടൻ അവിടെ ആത്മാർത്ഥമായി പറഞ്ഞോ, കളിയാക്കി പറഞ്ഞോ, സീരിയസ് ആയിട്ട് പറഞ്ഞോ, അത് വെറുതെ പറഞ്ഞതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനായിട്ട് അറിയത്തില്ല. പക്ഷേ പണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്കും ഇത് എന്താണ് സംഭവം എന്നറിയില്ല. ഞാനും ഇത് എന്താണ് അയ്യോ ഇതെന്താ അങ്ങനെയെന്നുള്ളൊരു ചിന്താഗതി ചിന്തിച്ചിരുന്ന ഒരാളാണ്. ഇപ്പോൾ ഇവർ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുകയും ഇവരെക്കുറിച്ച് അറിയുകയും കുറച്ചെങ്കിലും, എനിക്ക് കുറെ അറിയാമെന്ന് ഞാൻ ഒട്ടും പറയില്ല, കുറച്ചെങ്കിലും അറിയുകയും ഇവരുടെ ലൈഫ് എങ്ങനെയാണ് എന്നൊക്കെ തിരിച്ചറിയുന്ന, ട്രാൻസ്ജെൻഡേഴ്സ് എന്താണ്, ലെസ്ബിയൻസ് എന്താണെന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്ന ഈ കാലഘട്ടത്തിൽ ഇവർ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇതൊക്കെ ഇവരുടെ ജീവിതവും കാര്യങ്ങളൊക്കെ നമുക്ക് തുറന്ന് കാണിക്കുന്ന സമയത്താണ് ഇവരെ മനസ്സിലാക്കാനെങ്കിൽ കുറച്ചെങ്കിലും നമുക്കിപ്പോൾ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ സോഷ്യൽ മീഡിയയിൽ വരരുത്, സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ കാണിക്കരുത് എന്ന് പറഞ്ഞതിനോട് എനിക്കൊട്ടും യോജിപ്പില്ല. കാരണം ഇവരിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇവരെ ജീവിതത്തെക്കുറിച്ച് തുറന്ന് കാണിക്കുന്നതുകൊണ്ടാണ് ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ജീവിക്കുന്നത്, ഇവർ നല്ല വ്യക്തികളാണ് മോശം വ്യക്തികളാണ് എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് ഇവർ സോഷ്യൽ മീഡിയയിൽ ഇവരെ തുറന്നു കാണിക്കുന്നതുകൊണ്ട് തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ തുറന്നു കാണിച്ചിട്ടാണ് എനിക്ക് ഇവരെങ്കിലും കുറച്ചെങ്കിലും മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അവർക്കും ജീവിക്കണ്ടേ, അവർക്കും കൂടിയുള്ളതല്ലേ ഈ ഭൂമി. ഇവിടെ ഓപ്പോസിറ്റ് സെക്ഷൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് എന്ത് ന്യായമാണ് പറയുന്നത്? ഈശ്വരൻ ഇവരെ ജനിപ്പിച്ചതും ഈ ഭൂമിയിലേക്ക് തന്നെയാണ്, ഇവർ അങ്ങനെ ആക്കി വിട്ടതും ഈശ്വരൻ തന്നെയാണ്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്തുവാട്ടെ, ഈശ്വരൻ ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ അത് എന്തോ ഒരു ഇതുണ്ടല്ലോ ജനിപ്പിക്കുന്നത്, അവരങ്ങനെ വിട്ടത് ഇവരെയും ഈ ഭൂമിയിലേക്ക് തന്നെയാണ്. അപ്പൊ ഇവർക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച്. അല്ലാതെ ഇവരെ കുറ്റപ്പെടുത്തുന്നതിനോടും ഇവരെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇവരുടെ കാര്യങ്ങൾ തുറന്നു പറയാൻ പാടില്ല, ഇവര് രഹസ്യമായിട്ട് ജീവിക്കണം, ഒളിഞ്ഞു ജീവിക്കണം എന്ന് പറയുന്നതോട് എനിക്ക് ഒട്ടും യോജിപ്പ് തോന്നുന്നില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം. അഖിൽമാരോട് സംസാരിച്ച് ജയിക്കാൻ ഞാൻ ആളല്ല. പക്ഷേ അഖിൽമാരാർ ഈ പറഞ്ഞ ഈ വിഷയത്തിൽ എനിക്കൊട്ടും യോജിപ്പ് തോന്നാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് സംസാരിച്ചു എന്ന് മാത്രം.